أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إلا الذين تابوا وأصلحوا وبينوا فأولئك أتوب عليهم وأنا التواب الرحيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാം ഇപ്പോൾ ഓതിക്കേട്ടത് സൂറത്തുൽ ബഖറയിലെ 161 വചനമാണ്. ഈ ആയത്തിൻ്റെ അർത്ഥം ഇപ്രകാരമാകുന്നു: എന്നാൽ പശ്ചാത്തപിക്കുകയും സ്വജീവിതം നന്നാക്കുകയും മറച്ചുവെച്ച സത്യം വെളിപ്പെടുത്തുകയും ചെയ്യുന്നവർ അതിൽ ഉൾപ്പെടുകയില്ല. എൻ്റെ ദാസരുടെ നേരെ ഞാൻ കാരുണ്യത്തോടെ തിരിയുന്നതാണ്. ഞാൻ സർവദാ കാരുണ്യത്തോടെ തിരിയുന്നവനും അതീവ ദയാലുവുമാകുന്നു. ഈ ആയത്തിൻ്റെ തഫ്സീറിൽ സയ്യിദ്ന ഹസ്രത്ത് മുസ്ലിഹ് മൗദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, നമ്മുടെ രാജ്യത്ത് പൊതുവായി ആളുകൾ മനസ്സിലാക്കുന്നത് നാവുകൊണ്ട് ഒന്നോ രണ്ടോ പ്രാവശ്യം തൗബ എന്ന് ഉരുവിട്ട് കഴിഞ്ഞാൽ തൗബയായി, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ വെറും നാവുകൊണ്ട് തൗബ തൗബ എന്ന് പറഞ്ഞ് നമ്മുടെ കർമ്മങ്ങളിൽ ഒരു പരിവർത്തനവും സാധ്യമാക്കുന്നില്ല എങ്കിൽ ഈ പ്രവൃത്തി ഒരു മനുഷ്യനെയും പാപപൊറുതിക്ക് അർഹനാക്കി തീർക്കുന്നില്ല. തൗബ എന്നുള്ളത് വാസ്തവത്തിൽ 3 കാര്യങ്ങളുടെ സങ്കോചനമാണ്, അതായത് 3 കാര്യങ്ങളുടെ സമ്മേളനമാണ്. ഒന്നാമത്തെ കാര്യം എന്നുള്ളത് നാവുകൊണ്ട് നമ്മൾ ചെയ്ത തെറ്റ് ഏറ്റുപറയുക, ഒരു കുമ്പസാരം നടത്തുക. രണ്ടാമത്തെ കാര്യം എന്നുള്ളത് താൻ ചെയ്തത് തെറ്റാണ് എന്ന് മനസ്സിലാക്കി ഹൃത്തടത്തിൽ ഒരു ലജ്ജയും ഖേദവും ഉണ്ടാക്കി തീർക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം എന്നുള്ളത് എന്ത് തെറ്റാണോ വന്നുപോയിട്ടുള്ളത് പ്രായോഗികമായി അതിന് പരിഹാരം കാണുക. ചുരുക്കി പറഞ്ഞാൽ, തെറ്റ് ചെയ്യുന്നതിനു മുമ്പ് ഒരു മനുഷ്യൻ ഏത് സ്ഥാനത്തായിരുന്നോ ഉണ്ടായിരുന്നത് ആ സ്ഥാനത്തേക്ക് തന്നെ മടങ്ങി വരിക. അപ്പോൾ ഇത്തരത്തിലുള്ള തൗബ ഒരിക്കലും തന്നെ ഒരു നിസ്സാരമായ തൗബയല്ല. നേരെ മറിച്ച് ഇത് മനുഷ്യാത്മാവിൽ ഉടലെടുക്കുന്ന വലിയ വിപ്ലവമാകുന്നു. കാരണം ആ സമയത്ത് മനുഷ്യൻ്റെ ഹൃദയത്തിൽ തിന്മയോട്, പാപത്തോട് അതിശക്തമായ വെറുപ്പ് ഉണ്ടാകുന്നു. അങ്ങനെ അവൻ്റെ ഉള്ളിൽ അള്ളാഹുവിനോടുള്ള സ്നേഹവും ആത്മീയത പ്രാപിക്കാനുള്ള ആഗ്രഹവും ഉടലെടുക്കുക എന്നുള്ളത്, അതുപോലെ തന്നെ അവൻ്റെ ഹൃദയം കരഞ്ഞു വിലപിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ സന്നിധിയിൽ ഉരുകിത്തീരുക എന്നുള്ളത്, അതുപോലെ തൻ്റെ ദുരാഗ്രഹങ്ങൾക്ക് മുകളിൽ ഒരു മരണം ആസന്നമാക്കുക എന്നുള്ളത് വാസ്തവത്തിൽ അള്ളാഹുവിന് വേണ്ടി തന്നെത്താൻ കുരിശിൽ തൂക്കുന്നത് പോലെയാണ്. തൻ്റെ മുൻകാല ജീവിതത്തിന് മുകളിൽ മരണം വരിക്കുന്നത് പോലെയാണ്. ഇസ്ലാമിൻ്റെ തൗബയുടെ യാഥാർത്ഥ്യത്തിൽ നിന്ന് അജ്ഞരായിട്ടുള്ള ക്രിസ്ത്യാനികൾ പൊതുവിൽ ആക്ഷേപമുന്നയിക്കാറുണ്ട്. അതായത് ഇസ്ലാം തൗബയുടെ വാതിൽ തുറന്നുകൊണ്ട് പാപത്തിൻ്റെ വാതിൽ തുറന്നിരിക്കുന്നു എന്ന്. എന്നാൽ ഏതുവരെ ഒരു മനുഷ്യൻ നാവുകൊണ്ട് തൻ്റെ തെറ്റ് ഏറ്റുപറയുകയും താൻ ചെയ്ത പ്രവൃത്തിയോട് ഹൃദയംഗമമായി ലജ്ജയും ഖേദവും പ്രകടിപ്പിക്കുന്നില്ലയോ, അതുപോലെ ഭാവി ജീവിതത്തിൽ ഇത്തരത്തിലുള്ള തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്തുകൊണ്ട് ചെയ്തു പോയിട്ടുള്ള പാപങ്ങൾക്ക് പ്രായോഗികമായ രീതിയിൽ പരിഹാരം കാണാത്തതുവരെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന തൗബ പരിപൂർത്തീകരിക്കപ്പെടുന്നില്ല. ഇനി ആർക്ക് പറയാൻ സാധിക്കും ഇത്തരത്തിലുള്ള തൗബ തിന്മ ചെയ്യാൻ ധൈര്യം നൽകുന്നുവെന്ന്? നേരെ മറിച്ച് നമ്മുടെ എല്ലാ പാപങ്ങളും മസീഹ് ഏറ്റുവാങ്ങിയിരിക്കുന്നു എന്ന അവരുടെ ഈ വിശ്വാസമാണ് തിന്മ ചെയ്യാൻ കരുത്ത് നൽകുന്നത്. തുടർന്ന് പറയുന്നു, ആരാണോ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന രീതിയിൽ തൗബ ചെയ്യുന്നത് അവരെ സംബന്ധിച്ച് അള്ളാഹു പറയുകയാണ്,
ആരാണോ പരിപൂർണമായി അള്ളാഹുവിലേക്ക് വിലയം പ്രാപിക്കുകയും ഹൃത്തടത്തിൽ ഒരു ഖേദവും ലജ്ജയും ഉണ്ടാക്കുകയും തങ്ങളുടെ പാപങ്ങളെ ദൂരീകരിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നത്. ഇവിടം കൊണ്ട് നിർത്തിയില്ല, തുടർന്ന് പറയുന്നു വഅസ്ലിഹു, മറ്റുള്ളവരുടെയും ന്യൂനതകൾ ദൂരീകരിക്കാൻ പരിശ്രമിക്കുന്നുണ്ട്. അതായത് അവരിൽ എത്രത്തോളം പരിവർത്തനവും തിന്മയോട് എത്രത്തോളം വിരക്തിയും ഉണ്ടാവുന്നു എന്നാൽ അവർ സ്വയം ഇസ്ലാഹ് ചെയ്യുന്നതോടൊപ്പം അന്യരുടെയും തിന്മകൾ ദൂരീകരിക്കാൻ പരിശ്രമിക്കുന്നു. വീണ്ടും പറയുന്നു വബയ്യനു, അതായത് തൻ്റെ ചുറ്റുവട്ടത്ത് മാത്രമല്ല ഇസ്ലാഹ് സാധ്യമാക്കുന്നത്, മറിച്ച് ഇസ്ലാം മാത്രമാണ് സത്യമായ മതമെന്നും ഇത് മുഖേനയാണ് മോക്ഷം സാധ്യമാകുക എന്നും ലോകത്തിനു മുമ്പിൽ ഉച്ചൈസ്തരം പ്രഖ്യാപിക്കുന്നു. വീണ്ടും അല്ലാഹു പറയുന്നു ഫഉലൈക അതൂബു അലൈഹിം, ഏതൊരു വ്യക്തിയാണോ ഇത്തരത്തിൽ തൗബ ചെയ്യുന്നത് ഞാനും അവരിലേക്ക് കാരുണ്യത്തോടെ തിരിയുന്നു. തൗബ എന്ന പദം അള്ളാഹുവിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ കാരുണ്യത്തോടെ തിരിയുക, അനുഗ്രഹം ചൊരിയുക എന്നൊക്കെയാണ് അർത്ഥം വരിക. എന്നാൽ മനുഷ്യന് വേണ്ടിയാണ് പ്രയോഗിക്കുന്നത് എങ്കിൽ ലജ്ജ പ്രകടിപ്പിക്കുക, ഖേദം, കുറ്റസമ്മതം നടത്തുക, അള്ളാഹുവിലേക്ക് കുനിയുക എന്നൊക്കെയാണ് അതിനർത്ഥം വരിക. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ ആയത്തിൽ അള്ളാഹു പറയുന്നു, ആരാണോ താൻ ചെയ്തിട്ടുള്ള കുറ്റം ഏറ്റുപറഞ്ഞുകൊണ്ട് ഖേദം പ്രകടിപ്പിക്കുകയും അള്ളാഹുവിലേക്ക് തിരിയുകയും മറ്റുള്ളവരുടെയും ഇസ്ലാഹ് സാധ്യമാക്കുകയും അതുപോലെ തന്നെ ഇസ്ലാമിൽ പരിപൂർണമായ ദൃഢതയോടെ അടിയുറച്ചു നിൽക്കുകയും ചെയ്യുന്നത്, അവരുടെ തെറ്റുകൾ അള്ളാഹു പൊറുത്തു കൊടുക്കുകയും ഏതൊരു സ്ഥാനത്താണോ ഇവരാദ്യമുണ്ടായിരുന്നത് അവിടേക്ക് ഇവരെ തിരിച്ചു കൊണ്ടുവരികയും അവർക്ക് വേണ്ടി ആ പഴയ രീതിയിൽ അനുഗ്രഹത്തിൻ്റെ പരമ്പര വർഷിക്കുകയും ചെയ്യുന്നതാണ്. കാരണം ഞാൻ അത്യുദാരനും വീണ്ടും വീണ്ടും കരുണ ചെയ്യുന്നവനുമാകുന്നു എന്ന് അല്ലാഹു പറയുന്നു. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.